മോർണിംഗ് റിപ്പോർട്ടർ അതിഥിയിലേക്ക് കടക്കുകയാണ്. തുള്ളൽ കലാകാരൻ കലാമണ്ഡലം പ്രഭാകരനാണ് മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം മാഷേ മോർണിംഗ് റിപ്പോർട്ടറിലേക്ക്. നമസ്തേ. എത്ര വർഷമായി ഈ തുള്ളൽ കലാരംഗത്തേക്ക് എത്തിയിട്ട്? 50 വർഷം കഴിഞ്ഞു. 50 വർഷത്തിലധികം. ഏതൊക്കെ തുള്ളലുകളാണ്? ഓട്ടൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ, മൂന്ന് തരത്തിലുള്ള തുള്ളലുകളും അവതരിപ്പിക്കുന്നുണ്ട്. അത് ഈ പറയൻ തുള്ളൽ എന്ന് പറയുന്നത് അത്യപൂർവമാണ്. അത് അവതരിപ്പിക്കുന്ന ആൾ കേരളത്തിലില്ല. അതിപ്പോൾ ഞാനും എൻ്റെ ശിഷ്യന്മാരും മാത്രമേ അങ്ങനെ ഞാൻ പഠിപ്പിച്ച കുറച്ച് ശിഷ്യന്മാരുണ്ട്. ഒന്ന് ആ പരിപാടി ഓട്ടൻ, ശീതങ്കൻ അത് രണ്ടും നല്ല കളർഫുൾ വേഷവുമൊക്കെയാണ്. പറയൻ അത്ര ഭംഗിയുള്ള വേഷമല്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് എപ്പോഴും ഒരു കളർ ഓഡിയൻസ് താല്പര്യമില്ല. പിന്നെ അതിൻ്റെ ചലനവും ഓട്ടംതുള്ളലൊക്കെ വളരെ ചടുലമായ താളത്തിൽ ചെയ്യുന്ന, ഇപ്പം നമ്മൾ അറിയാമല്ലോ, പാണ്ടെണ്ണയുടെ വല്ലിന് ചൗരി, അതൊക്കെ ഓട്ടംതുള്ളലിൻ്റെ വരികളാണ്. പക്ഷേ പറയനാണെങ്കിൽ വളരെ സ്ലോ. പറയൻ എന്നുള്ള വാക്കിൽ തന്നെ പറയുന്നത് പറയുന്നവൻ, വളരെ മെല്ലെ പാടി. അപ്പോൾ ഈ ഇപ്പോഴത്തെ സ്ലോ ഒന്നും ആൾക്കാർക്ക് ഇന്നത്തെ പുതിയ ജനറേഷന് അത്ര വലിയ താല്പര്യമുള്ള വിഷയമല്ലോ, പതിഞ്ഞ് ചെയ്യുന്നത്. അപ്പം അത് ഈ മൂന്ന് തുള്ളലിൻ്റെ ഒരു വ്യത്യാസം തന്നെ പെട്ടെന്ന് ഇതിപ്പോൾ കേൾക്കുന്നവർക്ക് മനസ്സിലാവാൻ. ശീതങ്കൻ എന്ന് പറഞ്ഞാൽ, ശീതങ്കൻ എന്ന് പറയുമ്പോൾ തന്നെ പതിഞ്ഞ കാലം എന്നാണ്, സ്ലോ എന്നാണ്. ശീതം തണുപ്പ്. അപ്പോൾ അതിന് ചെറിയ ഈ രണ്ട് വരിയുടെ എക്സാമ്പിളായിട്ട് ഞാൻ പാടിയാലേ കേൾക്കുന്ന ആൾക്കാർ ഇത് മനസ്സിലാവും. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീ അങ്ങു മാറിക്കിടാ ഷഠ. വളരെ പ്രസിദ്ധമായ കല്യാണ സൗഗന്ധ്യം. അത് ശീതങ്ക തുള്ളലാണ്. അതായത് കുരുത്തോല കൊണ്ട് മെയ്യാഭരണങ്ങളാണ് എൻ്റെ പ്രധാനം. തലയിൽ കുരുത്തോല കൊണ്ട് മെയ്യാഭരണം, പിന്നെ അരയിൽ ഈ അമ്പലപ്പുഴ കോണകം ഉടുത്തു എന്ന സങ്കല്പത്തിലുള്ള ഒരു കച്ചയൊക്കെ എടുത്ത്, അതാ ശീതങ്കൻ്റെ. മുഖത്ത് വെറും മേക്കപ്പ് ഒന്നുമില്ല. അതിനുശേഷം അദ്ദേഹം ചിട്ടപ്പെടുത്തിയാണ് പറയൻ തുള്ളൽ. പറയൻ തുള്ളൽ എന്ന് പറഞ്ഞാൽ പറയുന്നവനാണ്. ഈ ഇത്ര ഇല്ല, വളരെ മെല്ലെ, വളരെ സുല. പാക്കനാർ കൂലം തന്നിൽ പിറന്നുള്ളോരടിയൻ്റെ വാക്കീനെ ശ്രവിക്കേണം വൈകാതെ ബൂധന്മാരെ. ഇതൊരു വിഷയം പറയുന്നതാണ്. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഉറക്കം വരും, എല്ലാവരും ബോറടിക്കുന്നതെന്ന് പറയും. അതുകൊണ്ട് പക്ഷേ എന്നാലും ഇപ്പം ഞാൻ ഈ മൂന്ന് തുള്ളലും ഇപ്പം ജർമ്മനിയിൽ ഉൾപ്പെടെ ഞാൻ ഈ പറയാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ജർമ്മനി മലയാള ഭാഷ അറിയാത്ത നാടാണ്, എന്നിട്ട് കൂടി അവിടെയും ഞാൻ പറയുന്നത്. അവിടെയൊക്കെ പക്ഷേ അതിൻ്റെ ആ എക്സ്പ്രഷനും അതിൻ്റെ ആ കഥേൻ്റെ ഇതുകൊണ്ട്. പിന്നെ ഓട്ടൻ എല്ലാവർക്കും അറിയുന്ന, മുഖത്ത് പച്ച മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഇതാണല്ലോ, ഒരു കഥകളീൻ്റെ ഒരു ലുക്ക് വരും. പിന്നെ തലയിൽ നല്ല സ്വർണ്ണ ഇതുപോലത്തെ എല്ലാ കിരീടമൊക്കെ വരും. മറ്റേ കുരുത്തോലയാണ്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ടല്ലോ, എല്ലാം മൊത്തം വേഷം വ്യത്യാസമുണ്ട്. ഓട്ടൻ്റെ സമ്പ്രദായം ഇപ്പോൾ നമുക്ക് വളരെ എല്ലാവരും പോപ്പുലറായിട്ട് വരികയുണ്ട്. പാണ്ടൻ നായയുടെ വല്ലിന് ചൗര്യം പണ്ടെപ്പോലെ വലിക്കുന്നില്ല, പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയും ഞാൻ. അതിപ്പോൾ സിനിമ പാട്ടിലൊക്കെ ചേർത്തിട്ടുണ്ട് എല്ലാത്തിലും. അപ്പം ഇത് മൂന്നും തമ്മിൽ അങ്ങനെ ഈ ചില ഗാനസമ്പ്രദായം, അതാണ് ഇപ്പോൾ ഞാൻ പാടിയത്. വേഷസമ്പ്രദായം പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താളങ്ങളിലും വ്യത്യാസമുണ്ട്. മൂന്ന് താളത്തിലാണ് വരുന്നത്. ഇത് മൂന്നും കൂടി അതിൽ ഏറ്റവും പ്രചാരത്തിലില്ലാത്തൊരു കലാരൂപം പറയുന്നതാണ്. അത് കൊണ്ടു നടക്കുന്ന ഒരാൾ ഞാനാണ്. അത് എനിക്കൊരു പാരമ്പര്യമുണ്ട്. ഈ മലബാർ രാമൻ നായർ എന്ന് പറഞ്ഞ തുള്ളലിൻ്റെ കേരള കലാമണ്ഡലത്തിൽ ആദ്യമായി തുള്ളൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച മലബാർ രാമൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ മകനാണ് ഞാൻ. അപ്പോൾ ആ നിലയിൽ അദ്ദേഹം മരിക്കാൻ കാലത്ത് ഈ തുള്ളൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്നുള്ള ലെവലിൽ പറഞ്ഞപ്പോൾ അത് കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ അതൊന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പറയൻ തുള്ളൽ കളഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ സാംസ്കാരിക ഇതിൽ നിന്ന് തന്നെ ആ പരിപാടി ആ പറയൻ തുള്ളൽ അതന്നെ സമ്പ്രദായം വിട്ടുപോകും. അതുകൊണ്ട് ഞാനത് ആൾക്കാർക്ക് ഇഷ്ടമല്ലെങ്കിലും അതിനുവേണ്ടി ഞാനൊരു പുതിയൊരു വിദ്യ കണ്ടുപിടിച്ചതാണ്. എൻ്റെ ഒരു പരിപാടി തുള്ളൽ ത്രയം എന്ന് പറയുന്നൊരു കലാരൂപം ഞാൻ സൃഷ്ടിച്ചു. എൻ്റെ കലാമണ്ഡലം പ്രഭാകരൻ്റെ പേരിലുള്ള ഒരു ഇതാണ് തുള്ളൽ ത്രയം. 3 തുള്ളൽ രൂപങ്ങൾ ഒന്നിച്ചൊരു വേദിയിൽ. പല അമ്പലങ്ങളിലും പോയി കഴിഞ്ഞാൽ ആശാൻ എന്താണ് പറയൻ തുള്ളൽ ഞാൻ ഇവിടെ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞു. പറയൻ തുള്ളൽ, ഈ പറയുന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് പറയൻ തുള്ളൽ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാർ അതൊരു എന്നെ ഒഴിവാക്കുമ്പോൾ ഞാൻ പറയും തുള്ളൽ ത്രയം അവതരിപ്പിക്കട്ടെ.
അതെന്താണ്? ഞാൻ ഓട്ടനും ശീതങ്കനും പറയും. അതായിക്കോട്ടെ, അതിൽ ഈ പറയുന്ന തുള്ളലുണ്ട്. ഒരു കഥ എടുത്ത് ഒരു കഥയിൽ 3 ഇത് അതൊരു പ്രത്യേക കഥയെ കല്യാണ സൗന്ദര്യം കഥയിൽ ഇപ്പം പ്രധാനപ്പെട്ട 3 കഥാപാത്രമാണ്. ഒന്ന് ഭീമൻ, ഒന്ന് പാഞ്ചാലി, ഒന്ന് ഹനുമാൻ. അങ്ങനെ ഈ 3 കഥാപാത്രങ്ങളിൽ ഉൾക്കൊള്ളിച്ച് അതിൽ പാഞ്ചാലിയായിട്ട് പറയാൻ തുള്ളൽ വരും, ഭീമനായിട്ട് ഓട്ടം തുള്ളൽ വരും. ആ കഥകളിൻ്റെ ലുക്ക് വരുമല്ലോ. പിന്നെ ആ കുരങ്ങിൻ്റെ ആ ഭാഗമൊക്കെ അഭിനയിക്കുന്ന ശീതങ്കൻ വരും. അപ്പോൾ ആ തുള്ളൽ ത്രയം എന്ന പരിപാടി ഞാൻ ചിട്ടപ്പെടുത്തിയത് തന്നെ അപ്പോൾ ഈ പേരിൽ ഈ പറയാൻ തുള്ളൽ. അപ്പോൾ ഈ സ്കൂളുകളിലും മറ്റിടത്തൊക്കെ പോയിട്ട് സ്കൂളിലൊരു ടീച്ചിങ് പ്രോഗ്രാമായിട്ട് ഈ തുള്ളത്രയം ഞാൻ അവതരിപ്പിക്കാറുണ്ട്. അവിടെ പലരും എന്നല്ല, ഇന്ന് കേരളത്തിൽ തന്നെ പറയൻ്റെ വിഷ്വൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പറയൻ്റെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പറയാൻ ആരും കാണാത്ത ആൾക്കാരായതുകൊണ്ട് അതുകൊണ്ടാണ്. ആ പറയാൻ തുള്ളലിൻ്റെ ആ സമ്പ്രദായം കാണാത്തത് കൊണ്ട് കുട്ടികൾക്ക് പറയും ഇതാണ് പറയുക. അതിൻ്റെ ഒരു പ്രത്യേകത, ഒരു കാലിൽ മാത്രം, വലത് കാലിൽ മാത്രമേ ചിലങ്കിയുള്ളൂ ഇതിന്. മറ്റെല്ലാം നമ്മളെ ലോകത്തിലെ ഒട്ടുമിക്ക കലാരൂപങ്ങൾക്കും 2 കാലിൽ, എല്ലാം നൃത്തം ചെയ്യുന്ന എല്ലാ കലാകാരന്മാരും 2 കാലിലും. പിന്നെന്താ, ശിവൻ മാത്രമുണ്ട്. ശിവൻ്റെ ശിവതാണ്ഡവത്തിൻ്റെ ഇതിൽ ഊർധ്വതാണ്ഡവം എന്നൊരു താണ്ഡവമുണ്ട്. ആ താണ്ഡവത്തിൽ മാത്രമേ വലത് കാലിൽ മാത്രം ഉള്ളൂ. അതിൻ്റെ ഒരു സങ്കല്പമാണോ എന്നറിയില്ല. ഇതിൻ്റെ വേഷവും ശിവൻ്റെ ഒരു വേഷം സാമ്യമുള്ളൊരു സമ്പ്രദായമാണ് ഇതിൻ്റെ. ഈ കുഞ്ചൻ നമ്പ്യാർ ഇത് സംവിധാനം ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും എൻ്റെ കാര്യങ്ങൾ. അതെ, കുഞ്ചൻ നമ്പ്യാർ ചിട്ടപ്പെടുത്തിയ അത് തന്നെയാണ്. അതേ സമ്പ്രദായത്തിൽ കൊണ്ടു നടക്കണമെന്ന് നിർബന്ധിക്കുന്നത്. എന്നുവെച്ചാൽ പരിഷ്കരിച്ച് പല കലകളും ഇങ്ങനെ മാറി തുള്ളൽ കഥകളിയാവാൻ പാടില്ല. ഇപ്പം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തുള്ളൽക്കാരൻ പാടാതെ പിൻപാട്ടുകാരൻ പാടിയിട്ടൊക്കെ ഒരുപാട് പരിപാടികൾ ഞാൻ കാണുന്നുണ്ട്. തുള്ളക്കാരൻ ശരിക്കത് പാടണം. തുള്ളൽക്കാരൻ പാടിയിട്ട് അത് പിൻപാട്ടുകാരൻ ഏറ്റുപാടിയാൽ മാത്രമേ അതിൻ്റെ ജീവനുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ഡബ്ബിംഗ് പരിപാടി പോലെ ആയിട്ട് വരും. ഈ പറയൻ തുള്ളലും ഇത്തരത്തിൽ തന്നെ പിൻപാട്ടുകാരൻ തുള്ളൽക്കാരൻ പാടുന്നു, പിൻപാട്ടുകാരൻ ഇതിനെന്തെങ്കിലും പ്രത്യേകിച്ച് സമയമുണ്ടോ? ഇപ്പൊ പറയുന്നുള്ളൊരു അങ്ങനെ പറയുന്നുണ്ട്. ഇതിൽ രാവിലെ അത് മുൻകാലങ്ങളിൽ വേറെ കലാരൂപങ്ങളൊന്നും നമ്മുടെ രാജ്യത്തില്ലല്ലോ. അപ്പോൾ ഒരു അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ മെയിൻ പരിപാടി സന്ധ്യയ്ക്ക് ശേഷമാണ്. അത് കഥകളി, കച്ചേരി, ഗാനമേളക്ക് പോകും. ഓട്ടം തുള്ളൽക്കാരൻ വന്നു കഴിഞ്ഞാൽ അവൻ രാവിലെ പറയും തുള്ളുകയും ഉച്ചയ്ക്ക് ശീതങ്കൻ, വൈകുന്നേരം സന്ധ്യയ്ക്ക് മുമ്പേ അത് അങ്ങനെ ഓട്ടം, അങ്ങനെ 3 തുള്ളലും ചെയ്യും. അതിപ്പം ശരിക്കൊരു കുടുംബ കല പോലെയാണ് തുള്ളൽ നിലനിന്നിരുന്നത്. ഇപ്പം ഞാൻ തന്നെ എൻ്റെ 3 മക്കളും 3 മക്കളുണ്ട്. അതിൽ 2 പേരും ഈ തുള്ളലാണ്. അതിപ്പോൾ ഈ തുള്ളൽ ത്രയം ഞാൻ സെറ്റ് ചെയ്തതിൻ്റെ പ്രധാന കാരണം, ഞാൻ അതിലത്തെ ശീതങ്കൻ മെയിൻ ക്യാരക്ടർ ശീതങ്കനാണ്. കുറേ ചെടലുമായിട്ട് ചെയ്യേണ്ടത്, അഭിനയിക്കേണ്ടത് അത് ഞാൻ ചെയ്യും ശീതങ്കനായിട്ട്. ഓട്ടനായിട്ട് ചെയ്യുന്നത് എൻ്റെ മകനാണ്. മകൻ അധ്യാപകനാണ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പ്രവീൺ എന്ന പേര്. അവൻ തുള്ളൽ രംഗത്ത് തന്നെയുണ്ട്. മകൾ കോളേജ് ലെക്ചറാണ്. അവളിപ്പോഴും പറയാൻ തുള്ളൽ, അവളാണ് പറയാൻ തുള്ളൽ, പ്രവീണ എന്ന പേര്. അവളും ഈ ചെയ്യുന്നത്. അപ്പോൾ അച്ഛനും മക്കളും ഒന്നിച്ച് ചെയ്യുന്നു എന്നുള്ള നിലയിലുള്ളവർ ഒരു വലിയ പബ്ലിസിറ്റിയിൽ ഏതാണ്ട് 400ഓളം വേദികൾ ഞാൻ ചിട്ടപ്പെടുത്തിയ കലാരൂപം ഇപ്പം കേരളത്തിലെ എല്ലാ സാംസ്കാരിക കലാമണ്ഡലം ജൂബിലിയിൽ ഉൾപ്പെടെ അത് ഒരു വലിയ ഇതാണല്ലോ. അവിടെയൊക്കെ എൻ്റെ ഈ പരിപാടി ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങൾ ഭാഷയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇപ്പം എങ്ങനെ പണ്ട് ഉപയോഗിച്ചിരുന്നതിൽ നിന്നും ഇപ്പൊ കുറച്ചുകൂടി ലളിതമാക്കാനോ അങ്ങനെ അതൊന്നും പറ്റില്ലല്ലോ. നമ്പ്യാരുടെ വരികളല്ലേ നമുക്ക് പാടാൻ പറ്റുള്ളൂ, ഒന്നും പറ്റില്ല. അത് നമ്പ്യാരുടെ മുമ്പ് എങ്ങനെ നമ്പ്യാരുടെ വരി കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് അത് മനസ്സിലാവണം. നമ്പ്യാരുടെ ലക്ഷ്യതാണ്. ഇപ്പോൾ ഉദാഹരണം ഇപ്പം ഞാൻ പാടിയ നോക്കടാ നമ്മുടെ പറയുമ്പോൾ നിലത്തിങ്ങനെ നോക്കി നിൽക്കുന്ന ആൾക്കാർ മുമ്പിൽ ഇത് പറയുമ്പോൾ മാറിക്കിടാ ചേടാ ദുർഘടസ്ഥാനത്തു വന്നു ശയിപ്പാൻ നിനക്കെടാ തോന്നുവാൻ എന്തടാ സംഗതി വല്ലാതുണ്ടോ? ശരിക്കും നമ്മുടെ ഡയലോഗ് തന്നെ. അപ്പം ജനങ്ങളുടെ ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിഹ ചേരുവാൻ വടുവി എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചെയ്തു വരും. കുഞ്ചൻ നമ്പ്യാർ അന്നത്തെ കാലത്ത് 18ാം നൂറ്റാണ്ടിൽ കഥകളിയും കൂടിയാട്ടവും അതൊക്കെ ഇങ്ങനെ അരങ്ങ് വാഴുന്ന സമയത്ത് പലപ്പോഴും കഥകളിയും ഇപ്പോഴും കഥകളിയും കൂടിയാട്ടവും ആസ്വദിക്കാൻ പറ്റാത്ത ഒരു വലിയ ജനവിഭാഗമുണ്ട്. അതായത് കൂടിയാട്ട കഥകളിയും ശരിക്കും മുദ്രകൾ മനസ്സിലാവണം. പിന്നെ സംസ്കൃതത്തിലെ സാഹിത്യം മുഴുവൻ ഇപ്പോഴും അവതരിപ്പിക്കുന്ന ഒട്ടുമിക്ക കഥകളും പഴയ കഥകൾ തന്നെയാണ്. അപ്പം സംസ്കൃതത്തിലാണ്. അത് ഓഡിയൻസിന് മനസ്സിലാവില്ല. അതിൻ്റെ വർണ്ണനകൾ അവതരിപ്പിക്കണമെങ്കിൽ എന്തിൻ്റെ സുഖം തന്നെയല്ലേ, വീട്ടിൽ സുഖം തന്നെ, ഇതൊക്കെ പറയലൊക്കെ കൈകൊണ്ടാണ്. ഇപ്പം നളനും ദമയന്തിയൊക്കെ അവരുടെ ശൃംഗാര ചില സ്വകാര്യങ്ങളൊക്കെ സംസാരിക്കും. അതൊക്കെ അറിയുന്നവർ പൊട്ടിച്ചിരിക്കും. പക്ഷേ അറിയാത്ത ആൾക്കാർ കുഞ്ചൻ നമ്പ്യാർ അതിനൊന്നും ഇട കൊടുത്തില്ല. അദ്ദേഹം നേരിട്ട് പറയും തന്നെ.
പിന്നെ കുഞ്ചൻ നമ്പ്യാരുടെ ലക്ഷ്യം കൂടിയുണ്ട്. ഈ തുള്ളൽ കലാരൂപം ചിട്ടപ്പെടുത്തുമ്പോൾ നമ്പ്യാർക്ക് ലക്ഷ്യമുണ്ടായിരുന്നു, സമൂഹത്തിൽ തിന്മകളെ തുറന്നു കാട്ടുകയെന്ന്. അദ്ദേഹം ശരിക്ക് സാധാരണ ഒരു ജനകീയ കവി എന്നതിനപ്പുറം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു വിപ്ലവ കവി എന്ന് പറഞ്ഞ സമൂഹത്തിൽ ആദ്യത്തെ പുരോഗമന ആശയത്തിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പം ഇന്നലെ എഴുതിയ കവി എന്ന് തോന്നിക്കുന്ന അദ്ദേഹത്തിൻ്റെ വരികൾ ഇപ്പം ഞാൻ നമ്മുടെ സമയം ഉണ്ടാവില്ല, എന്നാലും കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാനൊട്ടും മടിയില്ല. ആലോചിക്കുക, പൈസ കിട്ടും എന്ന് പറഞ്ഞാൽ അതായത് ഈ കൊട്ടേഷൻ സംഘത്തിനൊക്കെ ഉദ്ദേശിച്ച് പറഞ്ഞ് അന്നതൊന്നുമില്ല, പക്ഷെ അന്നും ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാനൊട്ടും മടിയില്ല. എന്നിട്ട് നമ്പ്യാർ ഏറ്റവും അതിനേക്കാൾ ശക്തിയായിട്ട് പറഞ്ഞ്, കിട്ടിയാലപ്പോഴേ കണ്ട പെണ്ണുങ്ങൾക്ക് കൊണ്ടുപോയി കൊടുപ്പാനും മടിയില്ല. ഈ പൈസ ആളെ കൊന്നിട്ട് പൈസ ഇപ്പം നമുക്ക് പത്രത്തിൽ വായിച്ചാൽ അറിയാം, ഇവിടെ വലിയൊരു കൊലപാതകം നടന്നു, ബാങ്ക് കൊള്ളയടിച്ചു, അവരെ പിടിക്കുന്നത് ഡൽഹിയിലോ അവിടെയുള്ള വലിയ ഹോട്ടലുകൾ ഇല്ലേ, അവരാ പൈസയും കൊണ്ട് അവിടെ സൂഹിക്കുന്നത്. അപ്പം നമ്പ്യാരത് മുൻകൂട്ടി കണ്ടിരിക്കുന്നു. അങ്ങനെ സാമൂഹ്യ വിമർശനം നമ്പ്യാർക്ക് ഈ സമൂഹത്തിൽ നടക്കുന്നത് ശരിയല്ല. പിന്നെ 4-5 ഭർത്താവ് ഒരു തിക്കുതാനത് 4 ജാതിക്കും വിധിച്ചതെല്ലാം. പക്ഷെ നമ്പ്യാർ അത് പറയുന്നുണ്ടെങ്കിൽ അത് പിന്നിൽ വേറൊരു സംഭവമുണ്ട്. അദ്ദേഹം സമൂഹത്തിലത്തെ നേരിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ തല്ല് കൊണ്ടുപോയി തരും. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ, അദ്ദേഹം അത് പാഞ്ചാലിയുടെ അനുഭവം അതാണ്, 5 ഭർത്താക്കന്മാരെ വയ്ക്കുന്നത്. ഉടനെ ഇവിടെ ആണുങ്ങളെയും പറയും, 2 കളത്രത്തെ ഉണ്ടാക്കി വെക്കുന്ന തണ്ടുതപ്പിക്ക് സുഖമില്ലൊരിക്കലും. 2 ഭാര്യമാരുണ്ടായാലും ഭർത്താക്കന്മാരധികം ഉണ്ടായാലും ഒന്നും സുഖമില്ല. അങ്ങനെ ഈ സമൂഹത്ത് കാണുന്ന ഒരുപാട് ജീർണതകൾക്കെതിരായിട്ട് ഒരു പടപുരുതിയ ആളാണ്. അപ്പോൾ അത് ഈ സാധാരണക്കാർ മനസ്സിലാവണമെങ്കിൽ ശരിക്കും വടിവിയർന്ന ചാരു കേരള ഭാഷ മലയാളത്തിൽ അത് തന്നെയാണ്. ഇപ്പം ഞാനിപ്പം കൊണ്ട് നടക്കുന്ന തുള്ളൽ എല്ലാം. പിന്നെ ഞാൻ ഏറ്റവും ജനപ്രിയമായ കഥകൾ തന്നെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഏറ്റവും ജനപ്രിയം കല്യാണ സൗഗന്ധികം തന്നെ. കല്യാണ സൗഗന്ധികം അല്ലല്ല, ഞങ്ങളായിരുന്നു വളരെയേറെ. ഇപ്പോൾ കല്യാണ സൗഗന്ധികം ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്, അത് ശീതങ്കൻ വേഷത്തിൽ തന്നെ ചെയ്യും, കുരുത്തോല കൊണ്ട്. മിക്ക ആൾക്കാരും അത് കുരുത്തോല കൊണ്ട് ഒന്ന് ഇപ്പോഴത്തെ കാലത്ത് കുരുത്തോല കിട്ടാനുള്ള ബുദ്ധിമുട്ട്. മറ്റൊന്ന് ആ ഒരു കുരുത്തോല ഇട്ടാൽ 3 മണിക്കൂർ സമയം അതിങ്ങനെ മുറിച്ച് പല 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 ഞാൻ വടക്കേ മലബാറുകാരനാണ്. തെയ്യത്തിൻ്റെയൊക്കെ സാധനം ഉണ്ടാക്കിയ ഒരു സമ്പ്രദായം എനിക്കറിയാമല്ലോ. അതും പിന്നെ അതുകൊണ്ട് എനിക്ക് കുറച്ച് എളുപ്പമുണ്ട്. അപ്പോൾ 3 മണിക്കൂർ ഒരു തുള്ളൽ. ഇപ്പോൾ നമ്മളൊരു തുള്ളൽ പ്രോഗ്രാമിന് ഏറ്റു കഴിഞ്ഞാൽ സാധാരണ ലെവലിൽ നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് നിശ്ചിത എമൗണ്ട് ആയിരിക്കും. അത് ഞാൻ ശീതങ്കൻ അവതരിപ്പിച്ചാലും ഓട്ടൻ അവതരിപ്പിച്ചാലും അതായിരിക്കും. പക്ഷെ നമ്മൾ ശീതങ്കനാണെങ്കിൽ 3 മണിക്കൂർ നേരത്തെ വന്ന് ഇവിടെ ഇരുന്നിട്ട് ഈ വർക്ക് ചെയ്യണം. അതുകൊണ്ട് മിക്ക തുള്ളൽക്കാരും അതിന് മെനക്കെടില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും ഈ പണമാണല്ലോ അതിനോട്. അപ്പോൾ ഞാനങ്ങനെയല്ല, ഞാനിപ്പോൾ ഈ മലബാർ രാമൻ നായർ എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യം കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഈ തുള്ളൽ ജനപ്രിയമായിട്ട് തീർക്കണമെന്നത് മാത്രമല്ല. നമ്മുടെ എൻ്റെ വടക്കേ മലബാറിൽ എൻ്റെ നാട് പറഞ്ഞ തുള്ളക്കാരുടെ നാടാണ്. അങ്ങനെയുണ്ട്. ഈ ഓരോ കലാരൂപത്തിൽ ഉദാഹരണം വെള്ളിനഴി ഇല്ലേ, കഥകളിക്കാരുടെ ഒരു ഗ്രാമം എന്ന് പറയൂലേ, അതുപോലെ ഇത് കുട്ടമത്ത് പറയും. കുട്ടമത്ത് ഒരു മഹാകവി കുട്ടമത്തിൻ്റെയാണ്. കുട്ടമത്ത് എന്ന് പറഞ്ഞാൽ ഈ തുള്ളക്കാരുടെ അവിടെ ഒരുപാട് തുള്ളൽ സംഘങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ കുടമാളൂർ, കോട്ടയം ചില സൈഡൊക്കെ ഒരു ഏരിയ, അത് പലപ്പോഴും അച്ഛൻ മക്കൾ. പിന്നെ ദരിദ്രന്മാരുടെ, അതുകൂടി പറയാം, ഒരു ദരിദ്രന്മാരുടെ കലാരൂപമാണ് ഇത്. അതായത് അച്ഛൻ തുള്ളൽക്കാരനാണെങ്കിൽ അപ്പം ജന്മ ഉണ്ടാവുമല്ലോ. ഈ കലാകാരനാവുക പലപ്പോഴും ഒന്നുമില്ലാത്ത സമയത്ത്, ഈ വർക്ക്ഷോപ്പിൽ പോകുമ്പോലെ ഒന്നുമില്ലാത്ത സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു കലാരൂപം പഠിക്കണം എന്നുള്ള ലെവലിലായിട്ട് ഈ പല തുള്ളൽ പോലെ. പക്ഷേ ഞാൻ കലാമണ്ഡലത്തിൽ പോയി പഠിച്ചു. പക്ഷേ ഗ്രാമങ്ങളിലുള്ള ചില കുടുംബത്തിൽ അച്ഛൻ ഞാൻ തുള്ളക്കാരനാണ്, എൻ്റെ 2 മക്കളെയും സ്കൂളിൽ ഒന്നും അയക്കൂല, ചെറുപ്പത്തിലേ പഠിക്കും. അപ്പം എന്താ അവരുടെ ഉപജീവനം നടക്കും. അവർ തുള്ളൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് യാതൊരു അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എങ്ങനെ ഇതിൻ്റെ ഈ സ്റ്റേജുകൾ എങ്ങനെയാകട്ടെ, ഈ നേരത്തെ ക്ഷേത്ര ഉത്സവങ്ങളിലൊക്കെ വ്യാപകമായി കളിച്ചിരുന്ന മാറി അവിടേക്ക് ഇപ്പോൾ മറ്റു പല കലാരൂപങ്ങളും ഗാനമേളകളൊക്കെ വന്ന് കയറുന്നുണ്ട്. അപ്പം നിങ്ങൾ എവിടെയൊക്കെയാണ് നിങ്ങളുടെ വേദികൾ? അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ തുള്ളലിനൊക്കെ ഏറ്റവും ക്ഷീണം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അതായത് അതൊന്നും ആൾക്കാർക്ക് അത്ര തുള്ളൽ കാണുന്ന ഒന്ന് 1 മാൻ പ്ലേ ആണല്ലോ. 1.5 മണിക്കൂർ സമയം ഒരു കഥ പറഞ്ഞാൽ കണ്ടിരിക്കാൻ ഇന്നത്തെ ആൾക്കാർക്ക് കഥ പറയാനുള്ള ഒരു കഥ കേൾക്കാനുള്ള ഒരു മനസ്സ് ആൾക്കാർക്കില്ല, അത്ര സമയമില്ല. പക്ഷെ അത് ഞാൻ എൻ്റെ അനുഭവം ഇത്രയും 50 വർഷത്തെ രംഗപരിചയം വെച്ചിട്ട് ഇപ്പം
ഇന്ത്യയിൽ ഞാൻ പോകാത്ത സ്ഥലമില്ല, ലോകത്തിലും ഒരുപാട് സ്ഥലത്ത്. ലോകം എന്ന് പറഞ്ഞാൽ ഇത് മലയാള ഭാഷയിൽ അധിഷ്ഠിതമായ കല മറ്റു ഭാഷയിൽ മറ്റ് വിദേശത്ത് പോയി പറയുമ്പോൾ അത് മുൻകൂട്ടി വളരെ നേരത്തെ കൂടി. എന്നാലും ഈ പരിപാടി നല്ല തരത്തിൽ ഏത് കലാരൂപവും അത് എൻ്റെ തനിമയിൽ നല്ല രൂപത്തിൽ അവതരിപ്പിച്ച അതിൻ്റെ മാർക്കറ്റ് നിലനിൽക്കുമെന്നൊരു യാതൊരു സംശയം. ഇപ്പോഴും എനിക്ക് പരിപാടി ഇപ്പോൾ ഈ വയസ്സായിട്ടുള്ള ഈ സമയത്ത് കൂടി ഞാൻ പരിപാടി അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രധാന ആൾക്കാർ മാത്രമല്ല ഞാൻ തന്നെ തുള്ളണം നിർബന്ധം അമ്പലക്കാർക്കൊക്കെ. ഇവിടെ ഇപ്പം വളരെ പ്രസിദ്ധമായ ഇപ്പം നമ്മുടെ എറണാകുളം ഭാഗത്തെ ഒരുപാട് അമ്പലങ്ങളിൽ കലാമണ്ഡലം പ്രഭാകരൻ തന്നെ വേഷം കെട്ടി ഈ വയസ്സ് എൻ്റെ വയസ്സ് 68 ഏതായാലും ആദ്യമായിട്ടാണ് ഇവർ പുറത്ത് പറയുന്നത്. 68 വയസ്സാണ് പ്രഭാകരന് വയസ്സായി. ഞാൻ അല്ല അത് ആശാൻ തന്നെ തുള്ളും. എന്ന് വെച്ചാൽ നമ്മളിതിൽ യാതൊരു കൃത്രിമവും കാണിക്കുന്നില്ല. കല്യാണ സൗഗന്ധികത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം ഇപ്പോൾ വേഷവും കാര്യങ്ങളും ഇടാനുള്ള സാഹചര്യം നമുക്കില്ല. അല്ല അത് അല്ല സൗഗന്ധികത്തിലെ ഭാഗം തന്നെ ഇപ്പം ഞാൻ പാടിയത്. അതിപ്പോൾ ഇരുന്നു കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ചില ഭീമൻ നടന്നു പോകുന്നത് അത് ഞാൻ ആ ഒരു ഇതന്നെയാണ് 2-3 ഭീമൻ അന്നേരം ഇപ്പം ഞാൻ അഭിനയിക്കുന്നതിനേക്കാൾ ആ കുഞ്ചൻ നമ്പ്യാരുടെ രചന എൻ്റെ ഇതാണ്. കല്ലും മരങ്ങളും ഭീമൻ പോകുന്ന പോക്ക് കല്ലും ഇപ്പം അർത്ഥം വ്യാകരിക്കണ്ടല്ലോ. കല്ലും മരങ്ങളും തല്ലിത്തകർത്തു, കല്ലും മരങ്ങളും തല്ലിത്തകർത്തു, കല്ലും മരങ്ങളും തല്ലിത്തകർത്തു, ഉല്ലാസമോടങ്ങ് ഒന്ന് നോക്കി തല്ലിത്തകർത്തു ഗൗരവത്തോടെ ഉല്ലാസമോടങ്ങു ചെല്ലുന്ന നേരം സന്തോഷം. എന്നിട്ട് ആ ഭീമൻ ആ ഗതയും പിടിച്ചിട്ട് അവിടെ നോക്കിയിട്ട് ആ പ്രകൃതി നോക്കിയിട്ട് ഇങ്ങനെ ഉല്ലാസമോടങ്ങു ചെല്ലുന്ന നേരത്ത് ഭീമൻ്റെ യാത്ര. അപ്പോൾ അന്നേരം പന്തണി കൊങ്കമാർ പന്തിയെ നിരക്കവേ ആ ഭീമൻ നടക്കുമ്പോൾ അവിടെ പെണ്ണുങ്ങൾ കാണുകയാണ്. ഉടനെ അവിടുത്തെ നമ്മളിതാ ശൃംഗാരം പന്തണി കൊങ്കമാർ ഇങ്ങനെ ഒരു ഇതൊക്കെ അല്പം കോമിക്ക് കൂടി ഞങ്ങൾ ചേർക്കും. ഇല്ലെങ്കിൽ ക്ലാസിക്കൽ അഭിനയം കഥകളിക്ക് പറഞ്ഞാൽ ഞങ്ങൾ അല്പം ചേർത്ത് ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വന്നിട്ട് നടന്ന് പോകുമ്പോൾ ആൾക്കാരെ നോക്കിയിട്ട് വാ ചേട്ടാ എന്താ ചേട്ടാ അല്ല എന്തിനറിയോ ഇത്രയും സമയം നമ്മൾ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് മുഷിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് കറക്റ്റ് ക്ലാസിക്കൽ ഓഡിയൻസിന് ആവശ്യമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു കലാകാരൻ്റെ ധർമ്മം എന്താണെന്ന് പറഞ്ഞാൽ ഓഡിയൻസിനെ നോക്കിയിട്ട് ചെയ്യുക. മുമ്പില്ല അത് ചാക്യാർകൂത്തിൽ ഒരു പ്രത്യേക പ്രയോഗം തന്നെയുണ്ട്, വിദൂഷ സ്തോപം എന്ന് പറഞ്ഞാൽ അവർ രംഗത്ത് അവരൊരിക്കലും മുൻകൂട്ടി കഥ പറയില്ല. അവർ രംഗത്ത് വന്ന ഉടനെ ഏത് തരത്തിലുള്ള ആൾക്കാരാണ് നല്ല ക്ലാസ് ഓഡിയൻസ് ആണെങ്കിൽ അവർക്ക് കണക്കാർ, അല്ലെങ്കിൽ ഇങ്ങനെ ഇവരിങ്ങനെ ഈ തൂപ്പുന്ന ഒരു പതിവില്ലേ, ആ തൂപ്പുമ്പോൾ പടപട ചിരിക്കുന്നുണ്ട്, മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവർ കുറച്ച് കട്ടിക്കാരാണ്, അപ്പോൾ അവർക്ക് അതിന് കണക്കായിട്ട് കഥ കൊടുക്കും. അതുപോലെ ഞങ്ങൾ തുള്ളൽക്കാരും രംഗത്ത് പോയിട്ട് ആദ്യം നോക്കുമ്പോൾ തന്നെ ആ ഓഡിയൻസിനെ പറ്റി പറയും. അപ്പോൾ പെണ്ണ് അത് കഴിഞ്ഞ ഉടനെ അങ്ങനെ ഭീമൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹനുമാൻ കാണുന്നു, ഹനുമാൻ അത് കാണുന്നതായിട്ട് നമ്മൾ അഭിനയിക്കുന്നു. അതിനുശേഷം ഹനുമാൻ വിചാരിക്കുന്നത് ഒരു കുരങ്ങായിട്ട്, പിന്നെ അവിടെ കുരങ്ങിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ തുള്ളൽക്കാരുടെ ഒരു മാസ്റ്റർ പീസ് എന്തുകൊണ്ടറിയാം, ജനങ്ങളെ ചിരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കുരങ്ങായിട്ട് അഭിനയിക്കുക. അത് ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിപ്പോൾ എൻ്റെ വിത്ത് ഓർക്കസ്ട്ര കുരങ്ങിൻ്റെ വടിവായിച്ചമഞ്ഞു, കൈകളും കാലും കുഴഞ്ഞു, വാലുമക്കാലും മെലിഞ്ഞു, കൈകളെ കൊണ്ടു ചൊറിഞ്ഞു എന്ന് പാടും. അപ്പം ഓഡിയൻസിന് ചൊറിഞ്ഞു എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ചൊറിഞ്ഞു, ചൊറിയ, പേനെടുക്കുക, ഇങ്ങനെ എന്നിട്ട് മുമ്പിൽ തൊട്ട് അതിങ്ങനെ കുറേ. പിന്നെ ഞാൻ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരു നിലവാരത്തിൽ കലാമണ്ഡലക്കാർ ചെയ്യില്ല. ഈ ആൾക്കാർ ചിരിപ്പിക്കാൻ വേണ്ടി വെറുതെ ഇങ്ങനെ ബാക്കിൽ ഈ ഇവിടെയൊക്കെ ചൊറിഞ്ഞ് വളരെ ചില അഗ്ലി ആയിട്ടുള്ള ചില അഭിനയം ആൾക്കാരെ ചിരിപ്പിക്കണമെന്നാണ് ചില ധരിച്ചത്. ഇത്തരം അഭിനയങ്ങളൊക്കെ നമ്മൾ ആ ഒരു വേദിയും നമ്മളുടെ ആ ഒരു സമയത്തെ മനോനിലയ്ക്ക് അനുസരിച്ച് നമ്മൾ കൂടുതലായി കൈനിട്ട് ചെയ്യുമോ, അതോ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള പോലെ ഇംപ്രൂവൈസ് ചെയ്യാറുണ്ടോ ചെയ്യുമ്പോൾ? അല്ല, ഇതിന് ഫിക്സഡ് ചില ചിട്ടകളുണ്ട്. ഇപ്പം കുരങ്ങ് കൈകളെ കൊണ്ട് ചൊറിഞ്ഞു, രോമമെപ്പേരും കൊഴിഞ്ഞു, കണ്ണിനു കാഴ്ച കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ വരിയിൽ ഞങ്ങൾ ഇങ്ങനെ
കുഴി പോയി വീഴുമ്പോൾ പീളയും വന്നു നിറഞ്ഞു അതൊക്കെ ചിട്ടപ്പെടുത്തി. ഇപ്പോൾ എൻ്റെ ആശാൻ കലാവട ദീപായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി, പഴയ ആൾക്കാരാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഈ ഇതെടുത്തിട്ട് ആൾക്കാർ അതൊക്കെ ഒരു ചിട്ട അതിലുണ്ട്. പക്ഷെ അത് നമ്മളുണ്ടല്ലോ, നമ്മൾ ഓരോ നടന്മാരുടെ എൻ്റെ ഒരു ലോകപരിചയം വെച്ചിട്ട് നമ്മൾക്ക് പിന്നെ എൻ്റെ ഉള്ളിൽ നിർബന്ധമായിട്ടുണ്ട് ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ അത് ഒരു ബൾഗർ ആൾക്കാർ ചിരിപ്പിക്കാൻ വേണ്ടി പാടില്ല. അതേ സമയത്ത് ഈ ക്ലാസിക്കലായിട്ട് പഠിക്കാത്ത പാട്ടിനെ പറ്റിയോ ഇതൊന്നും പഠിക്കാത്ത ഒരു ഉപജീവനമായിട്ട് മാത്രം ജീവിക്കാൻ വേണ്ടി മാത്രം തുള്ളൽ അവതരിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വിദേശികളൊക്കെ വരുമ്പോൾ അവരെ പറ്റിക്കാൻ വേണ്ടി അത് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞാൽ ചിലപ്പം അതുകൊണ്ട് അത് വളരെ അപകടമാണ്. CD വെച്ചിട്ട് കളിക്കുന്നുണ്ട് ബാക്കിൽ. അതെല്ലാം കുഞ്ചൻ നമ്പ്യാർ എന്ന് പറഞ്ഞ ആ കല കൊല്ലുന്നതാണ്. ഇപ്പം സാറ് ചോദിച്ച വേറൊരു ചോദ്യം ഉണ്ടല്ലോ, പിന്നെ ഈ നമ്മളെ അത് ആ ഒരു വരികൾ എങ്ങനെയൊക്കെ വിസ്തരിക്കുന്നുള്ളത്, അത് സന്ദർഭം നോക്കിയിട്ട് നമുക്ക് ഒരുപാട് ഈ കുരങ്ങിൻ്റെ മാത്രമല്ല ഈ പെണ്ണ് തന്നെ പന്തണി കൊങ്കമാർ പന്തി എന്നൊക്കെ അവിടെ എന്തായാലും ഇങ്ങനെ ഈ ശൃംഗാരം കാണിക്കാൻ വേണ്ടി ഇതെല്ലാം കാണിച്ചിങ്ങനെ അതൊക്കെ ആൾക്കാരത് രസിക്കുന്നു പറയുമ്പോൾ കുറച്ചധികം കാണിക്കും, ഇല്ലെങ്കിൽ എന്ത് കാണിച്ചാലും രസിക്കുന്നില്ലാകുമ്പോൾ അത് കാണിച്ചങ്ങ് തീർക്കും. അതുപോലെ കുരങ്ങിൻ്റെ പിന്നെ ഭീമൻ്റെ ആ ഗത കൊണ്ട് ഈ വാല് പൊക്കുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല ഏറ്റവും നല്ല ചടുലമായിട്ട് നമ്മൾ ചെയ്യും. ആൾക്കാർക്ക് എപ്പോഴും നമ്മുടെ കണ്ണ് ഒരു ഏറ്റവും തുള്ളലിനുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ലൈവ് നമുക്ക് നേരിട്ട് ഓഡിയൻസിൻ്റെ അതാത് സമയത്ത് അവരുടെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും. വടക്കേ മലബാർ സമ്പ്രദായം ഉണ്ടായിരുന്നു, തുള്ളൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പൈസ തരുന്ന സമ്പ്രദായം. അവർ അന്നേരം സ്റ്റേജിൽ വന്നിട്ട് പൈസ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നമ്മുടെ കയ്യിൽ നടന്, അപ്പം നടൻ കയ്യിൽ അത് വാങ്ങും. അപ്പോൾ ആൾക്കാർക്ക് എന്താണെന്നറിയോ, അത് ആൾക്കാർക്ക് ഈ സ്റ്റേജിൽ വന്നിട്ട് നടനെ തൊടാനുള്ളൊരു സന്ദർഭം. സ്റ്റേജൊന്നുമല്ല, വടക്കേ മലബാർ സാധാരണ ഈ അതാണ് ഈ തുള്ളലിനുള്ള. ഇപ്പം നമുക്ക് ഏറ്റവും വലിയ പ്രധാനം രംഗസജ്ജീകരണമൊന്നും ആവശ്യമില്ല. പിന്നെ പ്രത്യേകിച്ച് മൈക്ക് ലൈറ്റ് ഒന്നും വേണ്ട. ഇപ്പം മൈക്ക് ഇപ്പം നല്ല നല്ല മൈക്ക് കിട്ടും, ലൈറ്റ്. ഇപ്പം ഞാൻ ജർമ്മനി തുള്ളിയ സ്ഥലത്ത് അവിടെ പോയിട്ടാകുമ്പോൾ ഞാൻ ഒരു മൈക്കും ഇല്ല. ഞാൻ വിചാരിച്ചു ഇതെന്താ, അപ്പോഴേക്കെന്താ അവരുടെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ആ ഓഡിറ്റോറിയത്തിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ ഹലോ ഹലോ എന്ന് പറയുമ്പോഴേക്ക് ഞാൻ വെറുതെ ഇതെല്ലാം ആദ്യം വന്ന് കണ്ടപ്പോൾ ഇങ്ങനെ കണ്ടു. സ്റ്റേജിൽ പോയിട്ട് ഞാൻ ഹലോ ഹലോ പറയുമ്പോഴേക്ക് എൻ്റെ ഈ പറയുന്ന ഒരാളെ ആൾക്കാർ മുമ്പിലിരുത്തി അത് പറഞ്ഞു ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട്. നല്ല ടോപ്പ് സൗണ്ട് സിസ്റ്റം. വിദേശികളൊക്കെ എങ്ങനെ ആസ്വദിക്കുന്നത് മാഷ് ചെയ്യുമ്പോൾ? വിദേശികൾ എന്ന് പറഞ്ഞാൽ വിദേശത്തു നിന്ന് ഒരാൾ വന്നിട്ട് ഹരിയാനു ഹർഷിത എന്ന് പറഞ്ഞ ഒരാൾ ജർമ്മനിയിൽ നിന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് ഒരു 3 കഥ പഠിച്ച് പോയിട്ട് 3 കഥ അതിവിടെ ചങ്ങമ്പുഴ പാർക്കിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ചങ്ങമ്പുഴ പാർക്കിൽ അദ്ദേഹം ശീതങ്കത്തുള്ളൽ കല്യാണ സമിതി അവതരിപ്പിച്ചിട്ടുണ്ട്. പറയന്തുള്ളൽ പുളുന്തി, എൻ്റെ മാസ്റ്റർ പീസ് പറയന്തുള്ളൽ പുളുന്തി മോക്ഷം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം അയാൾ വീണ്ടും അടുത്തത് വരാൻ വേണ്ടി പോകുന്നത് അദ്ദേഹം ഹരിചന്ദ്രചരിതം. അദ്ദേഹത്തിന് ഏറ്റവും രസം നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ വരികളുണ്ടല്ലോ, അദ്ദേഹം ജർമ്മൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. മാഷ് വിദേശത്ത് പോയി ഇത് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. ഈ മാഷ് വിദേശത്ത് പോയി അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഒരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ഏറ്റവും അധികം ആളുകളിലേക്ക് ഇത് എത്താനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതിലേറ്റവും ലളിതമായ ഭാഷ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, വിദേശത്ത് പോകുമ്പോൾ വിദേശികൾക്ക് എങ്ങനെയാണ് ഇത് ആസ്വദിക്കാൻ പറ്റുക? അത് കറക്റ്റായിട്ട് ചോദ്യമാണ്. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, മലയാള ഭാഷയിൽ അധിഷ്ഠിതമായ ഒരു കലാരൂപമാണ്. അത് വിദേശികളെ രസിപ്പിക്കണം എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ആദ്യം നമ്മൾ തുടങ്ങുന്നതിന് ഒന്ന് ഇവർക്ക് ഇപ്പം തുള്ളലുണ്ടെങ്കിൽ നമ്മൾ വിദേശത്ത് പറഞ്ഞാൽ 3 മാസം മുമ്പത്തെ ഹോംവർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. നമ്മൾ ഇവിടുന്ന് ഓരോ സ്റ്റോറീൻ്റെയും ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇംഗ്ലീഷിൽ, അവർ ഇംഗ്ലീഷിലും ജർമ്മനിയിലാണ് ജർമ്മൻ ഭാഷയിലും അവരത് ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്നിട്ട് അവർക്ക് അത് കൊടുക്കും. അവരോ കാണാൻ വരുന്നവരെന്താ ഇത് മുൻകൂട്ടി വന്നിട്ട് ഇപ്പോഴവർക്ക് വളരെ എളുപ്പമാണ് ഇതിൽ എന്ത് വേണമെങ്കിലും അറിയും. അപ്പം നമ്മൾ പറയുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞുകൊണ്ട് എൻ്റെ ശിഷ്യൻ അവിടെ ഉണ്ടല്ലോ ജർമ്മൻകാരൻ, അയാൾ എത്തിയ ഉടനെ ഫ്രണ്ടിൽ വന്നിട്ട് പറയും, ഞാൻ ജർമ്മൻ ഭാഷയിൽ പറയും, ഓട്ടംതുള്ളൽ പറഞ്ഞ കലാരൂപമാണ്. അന്നേരം അദ്ദേഹം ആദ്യം കേരളത്തെക്കുറിച്ച് ഒരു വളരെ നമുക്ക് മനസ്സാവില്ലെങ്കിലും പറയും. അതിനുശേഷം കഥ പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട, ഭീമൻ പോകുന്നു,
വഴിയിൽ വെച്ചിട്ട് ഹനുമാൻ എന്ന് പറഞ്ഞൊരു അദ്ദേഹം ഒരു വലിയൊരു രൂപമുള്ള ആൾ കാണുന്നു. കണ്ടതിന് ശേഷം ഇത് അനുജനാന്ന് മനസ്സിലായിട്ട് അഹങ്കാരം ശമിപ്പിക്കാൻ തീരുമാനിക്കുന്ന ആൾ ഒരു കുരങ്ങാവുന്നു. ഓൾഡ് മങ്കിയായിട്ട് വഴി കിടക്കുന്നു. ഭീമൻ വഴിയിൽ നിന്ന് കണ്ടിട്ട് നോക്കടാ നോക്കടാ നമ്മുടെ മാർഗ കിടക്കുന്ന മർക്കട. മുമ്പിൽ ഇതുപോലത്തെ ആൾക്കാരുണ്ടോ, നീ എങ്ങും മാറിക്കിടാശടാ എന്നിട്ട് പോന്ന് പറയുമ്പോൾ ചില ആള് ഇരുന്നിടത്തുനിന്ന് ഭാഷ മനസ്സിലായിട്ടല്ല എഴുന്നിട്ട് അങ്ങനെ. പിന്നെ ആ കഥ അവർക്ക് മനസ്സിലാവും. പിന്നെ അതിനുശേഷം ആ ഭീമൻ മങ്കിയുടെ വാല് ടെയിൽ എടുത്ത് മാറ്റുന്നു എന്നൊക്കെ പറയുമ്പോൾ ആദ്യം പറയുമ്പോൾ അത് കൃത്യം. പിന്നെ അവരുടെ കയ്യിൽ ഇതുണ്ടല്ലോ, കാണാറില്ലേ ഈ സാധാരണ ഇങ്ങനെയാണ് അവർ നോക്കുക. ഇങ്ങനെ അവർ സംശയം ഉണ്ടെങ്കിൽ നോക്കൂ. അഭിനയം മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ അവിടെ എന്താ നമ്മളിത് കഥ എഡിറ്റ് ചെയ്യും. ഇപ്പോൾ എന്തിനാ കഥകളി എന്ന് പറഞ്ഞാൽ പുലരുന്നവരുള്ള കഥകളി താങ്കൾക്ക് അറിയാലോ. എത്ര 10 മിനിറ്റിലൊക്കെയാണ് കഥകളി. അവിടെ ഈ എന്താ മഹാഭാരത യുദ്ധം 5 കഥകളി വേഷമൊക്കെ ഉള്ളത് അറിയാലോ. പാണ്ഡവന്മാർ, നൂറ്റവന്മാർ, ഇതൊക്കെയുള്ള ഈ ദുശാസനം. അത് ഏറ്റവും പ്രധാനപ്പെട്ട രംഗം. ആ ചൂതുകളി ഒരു രംഗം കാണിക്കും. ഉടനെ പിന്നെ ഈ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം, അത് ആൾക്കാർക്ക് മനസ്സിലാവുന്നത് ഒരു ഭാഷയും. അതായത് അവളെ തലയിൽ കൈ വെച്ച് ഓടുന്നു. അപ്പോൾ ഈ വസ്ത്രാക്ഷേപം ദുശാസനൻ. പിന്നെ ദുശാസനൻ ക്രൂവൽ മേന്നെല്ലാം പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ അയാളുടെ രൂപം കൊണ്ടൊക്കെ മനസ്സിലാവും. അപ്പോൾ തുള്ളലിന് അത് രക്ഷയില്ലാത്തത് കൊണ്ട് തുള്ളൽക്കാരൻ്റെ ഈ അഭിനയത്തിൽ കൂടി നമുക്കത് വളരെ ആസ്വദിക്കുന്നുണ്ട്. ഞാൻ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ മറ്റേ സ്വിറ്റ്സർലാൻഡ്, പിന്നെ മലേഷ്യ, സിംഗപ്പൂർ. ഇപ്പൊ ഇവിടെ ഒരുപാട് പഠിക്കാൻ ആളുകൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ താല്പര്യം കുറഞ്ഞു വന്നിട്ടുണ്ടോ? തുള്ളൽ എന്ന നിലയ്ക്കാണ് കലാമണ്ഡലത്തില് ശരിക്കും പറഞ്ഞാൽ ഒന്നീ ഈ മാർക്കറ്റില്ലാത്തൊരു ഇതാണല്ലോ കല. അതുകൊണ്ട് തന്നെ അതിനത്ര ഇപ്പോഴ് കലാമണ്ഡലത്തിൽ അത് ഇങ്ങനെ ഉണ്ട്. കലാമണ്ഡലത്തിലത്തെ ഒരു ചാർജ് ഇപ്പോഴും എനിക്കുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ MA തുടങ്ങാൻ പോകുന്ന അവിടെ കലാമണ്ഡലത്തിൽ. അതിൻ്റെ ഒരു ചെറിയൊരു പുറത്തുള്ളൊരു വിസിറ്റിംഗ് പ്രൊഫഷണൽ ലെവലിൽ ഞാനിപ്പോൾ അവിടെ അത്യാവശ്യം പോയിട്ട് ചെയ്യുന്നുണ്ട്. ആ ലെവലിൽ അവരിപ്പോൾ MA തുടങ്ങാൻ പോയിട്ടുണ്ട്. പറയുന്നില്ല, ആദ്യം എൻ്റെ സമയത്തൊന്നും ആശാൻ വരികൾ പഠിപ്പിച്ചുള്ളൂ, ചൊല്ലി അടിച്ചിരുന്നില്ല. ഞാൻ അതിനുശേഷം ഇവിടെ ഒരു തങ്കമണിപ്പിള്ള ആശാൻ്റെ അടുത്ത് പോയിട്ട് പഠിച്ചാണ് എൻ്റെ. അതുകൊണ്ട് അത് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പഠിച്ചുകൊണ്ട് ആ കലാരൂപം അതിപ്പോൾ ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ആ പരിപാടി അത് കൊണ്ടു നടക്കുന്നു. കലാമണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ തുള്ളലിന് ഏറ്റവും അധികം വലിയ പ്രാധാന്യം ഉണ്ട്. കലാമണ്ഡലം ഉണ്ടെങ്കിൽ എത്ര വലിയ മറ്റേ കഥകളിക്ക് കൊടുക്കുന്നയോ അത്ര കൊടുക്കുന്നില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ കലാരൂപം സാധാരണക്കാരൻ്റെ കലാരൂപം എന്ന നിലയിലാണല്ലോ അറിയപ്പെടുന്നത്. മറ്റേത് കഥകളിക്ക് വേഷത്തിൻ്റെ പൊലിമ കൊണ്ട് തന്നെ എവിടെയും ഏത് സ്ഥലത്തും അവരാ ചെയ്യാൻ പറ്റും. പിന്നെ ഈ തുള്ളൽത്രയം ഇറക്കിയപ്പോൾ അതാണ് പറയാനുള്ളത്. ഞാൻ എൻ്റെ അച്ഛനും മക്കളും എന്നുള്ള ഞങ്ങൾ ഒന്നിച്ചുള്ള തുള്ളൽത്രയം ഇറക്കിയപ്പോഴും ഇപ്പോഴെന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളം മുഴുവൻ പക്ഷേ എല്ലാ ആൾക്കാരും തുള്ളൽത്രയം ഇറക്കാൻ തുടങ്ങി. ഞാൻ CD ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ലക്കിടി കുഞ്ചൻ സ്മാരകം, ലക്കിടിയാണല്ലോ കുഞ്ചൻ നമ്പ്യാരുടെ ജനിച്ച സ്ഥലം ലക്കിടിയാണ്. അപ്പോൾ അവിടെ ഞാനിത് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിന് അവിടെ കുഞ്ചൻ ദിനാഘോഷത്തിന് അവതരിപ്പിച്ചപ്പോൾ അത് ഒരു ചാനലുകാരനാണ് അവർ CD ആക്കിയിട്ടത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പേര് ഇനി ഇവിടുത്തെ പറയുന്നില്ല. അവിടെ പറഞ്ഞു അവരിപ്പം മാർക്കറ്റിൽ കിട്ടാനുണ്ട്. തുള്ളത്രയം എന്ന് പറഞ്ഞ CD കിട്ടാനുണ്ട്. ഞാനും മകളും ഒന്നിച്ച് അവതരിപ്പിച്ച് CD കിട്ടാനുണ്ട്. ആ CD വെച്ച് ഇപ്പം അത് അറിയാലോ, മിക്ക പരിപാടിയും ഒരു CD പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇപ്പം സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ ജില്ലയിൽ ഒരാൾ ഫസ്റ്റ് മേണിച്ച ഒരു ഐറ്റം ഓട്ടമുള്ളതല്ല, ഫോക്ക് ഡാൻസ് പറഞ്ഞാൽ വളരെയേറെ കമ്പോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സാധനം. ഒരു ഫോക്ക് എല്ലാവർക്കും ഇതെല്ലാം കലയായിട്ട് ബന്ധപ്പെട്ടതല്ലേ. വളരെ ചടുലമായ സ്റ്റെപ്പും ഒരാശാൻ 1-2 മാസം ഇരുന്ന് കുത്തിപ്പിടിച്ച് സ്റ്റെപ്പ് എഴുതിയിട്ട് വരി എഴുതി മ്യൂസിക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇവർക്ക് ഇപ്പോൾ മുമ്പ് ടാപ്പ് റെക്കോർഡ് മാത്രമേ പിടിക്കാറുള്ളൂ. ഇപ്പം CD വെച്ചിട്ട് പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് മത്സരത്തിന് ഇതിൻ്റെ 12 എണ്ണം കാണും. ഫസ്റ്റ് കിട്ടേ ഇപ്പം കാണാറില്ലേ? ഏതായാലും നമുക്ക് സമയം അല്ല ഇത്രയും സമയം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു കാര്യമുണ്ട്, ഈ 3 തുള്ളലിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ഈ ആദ്യമായിട്ടാണ്. മറ്റേ എല്ലാ ചാനലിലും കുറച്ച് ഉണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് ചാനലുകാരുടെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞില്ല. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ ഏതായാലും ഇത് നല്ല സമയം, രാവിലെ എന്ന് പറഞ്ഞാൽ നല്ല സമയത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു 3 തുള്ളൽ രൂപത്തെ കേരളത്തിൻ്റെ
നമ്പ്യാരുടെ വരികൾ പറയാൻ ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് അങ്ങേറ്റം സന്തോഷമുണ്ട്. ഞങ്ങൾക്കും വളരെ വളരെ ആസ്വാദികരമാക്കി തീർത്തു മാഷ്. മാഷിന്റെ ആഗ്രഹം പോലെ തന്നെ ഇതുപോലെ തന്നെ നിലനിന്ന് പോകട്ടെ. ഒരുപാട് പേര് ഇത് പഠിച്ച് നന്നായി ചെയ്ത്. അതിൽ വളരെ നന്ദി. ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്ക് അതിനോട് പറയാനുണ്ട്, ചാനലൊക്കെ കുറച്ച് ഒരു തുള്ളലൊക്കെ അല്ല ഞങ്ങള് ഈ തുള്ളൽ നമ്മുടെ എന്തുകൊണ്ടാണ് ആൾക്കാരുടെ ധാരണ, അതിന് ഞാനൊരു ഒരു വാക്ക് കൂടി പറയാം. ഒരു ചാനലുകാരൻ നേരിട്ട് പറഞ്ഞ പേര് പറഞ്ഞ ഏഷ്യാനെറ്റുകാരാണ് എന്നോട് പറഞ്ഞത് അങ്ങനെയല്ല. അവർ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു തുള്ളൽ അവതരിപ്പിക്കാൻ താല്പര്യമായിട്ട് പരിപാടി ഇതുപോലെ തന്നെ ഇപ്പം താങ്കൾ രണ്ടുപേരും വന്ന് ഇരുന്നപ്പോഴേ ഞാൻ വന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന പോലെ തന്നെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഇങ്ങനൊരു തുള്ളൽക്കാരനെ കേട്ടതേ ഉള്ളൂ. അദ്ദേഹം വന്നു ഇതുപോലെ ലൈറ്റും സ്ക്രീനെല്ലാം വെച്ചിട്ട് അവർ നേരിട്ട് വന്ന് ആ വേഷം കണ്ട ഉടനെ ഇവർ ചാനലുകാർ ചോദിച്ചു, ഇതെന്താ ഇത് ഓട്ടുന്ന ഇവിടെ എന്തുകൊണ്ടാണ് അയാൾക്ക് ഈ കലയോട് യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെ ഈ കരിവാരി തേച്ചിട്ട് അന്നേരം ഷൂട്ട് ചെയ്തു. ആ പരിപാടി പ്രക്ഷേപണം ചെയ്തില്ല. അപ്പം ഞാൻ പോയപ്പോൾ എന്നോട് അവർ ചാനലുകാർ പറഞ്ഞു, ഞാനൊരു പരിപാടിക്ക് അവിടെ അഭിമുഖത്തിന് പോയപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഒറ്റൊരിക്കലും ഓട്ടം തുള്ളൽ അവതരിപ്പിച്ചോളൂ, ഞങ്ങൾക്ക് മതിയായി സാറേ. ഞാൻ ഈ പരാതി അവിടെ പറഞ്ഞു, ഈ തുള്ളലൊന്നും അവതരിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ നല്ല നിലയിൽ ഏത് കലാരൂപവും നല്ല നിലയിൽ അത് കൊണ്ടു നടന്നില്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് ആൾക്കാർ ഇനി ചൂടുവെള്ളത്തിൽ ഇവിടെ പൂച്ചയാണ് ആ ചാനലുകാർ. ഒരിക്കലും ആ പരിപാടി അല്ല നമ്മൾ ഇവിടെ ഒരു ദിവസം എനിക്കൊരു നമ്മൾ പ്രതിഫലം ഇല്ലാതെ ചെയ്യാം. എന്തുകൊണ്ടാൽ ഈ പരിപാടി നല്ലൊരു പരിപാടി അല്ലെങ്കിൽ ഈ തുള്ളത്രയം നമ്മുടെ ഈ 3 തുള്ളൽ രൂപമുണ്ടല്ലോ, അത് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ ഞാനത് അതിനോടൊരു സമയം കിട്ടിയാൽ അത് ഞാൻ ഉപയോഗപ്രദമാണ്. ഏതായാലും വളരെ നന്ദി ഇവിടെ എത്തിയതിനും വിശേഷങ്ങൾ പങ്കുവച്ചതിനും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും.